കോഴിക്കോട് സെറിബ്രൽ മലേറിയ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ ഒരു വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്കാണ് സെറിബ്രൽ മലേറിയ സ്ഥിരീകരിച്ചത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊതുക് വഴിയാണ് രോഗം പടരുന്നത്. സമീപങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്നാണ് രോഗം പകർന്നതെന്നാണ് നിഗമനം. മലപ്പുറം ഒളവട്ടൂർ മങ്ങാട്ടുമുറി ALP സ്കൂൾ അടച്ചുപൂട്ടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. സ്കൂൾ രേഖകൾ ഏറ്റെടുക്കാനെത്തിയ AEOയെ SFI പ്രവർത്തകർ തടഞ്ഞത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. രാവിലെ 7 മണിയോടെയാണ് AEO സ്കൂൾ റെക്കോർഡുകൾ ഏറ്റെടുക്കാനെത്തിയത്. പ്രതിഷേധമായെത്തിയ നാട്ടുകാരും SFI പ്രവർത്തകരും ചേർന്ന് സ്കൂളിന് വലയം തീർത്തതോടെ സംഘർഷാവസ്ഥ. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷമായിരുന്നു തുടർ നടപടികൾ. സ്കൂളില് ഓഫീസിന് മുഴുവൻ റിപ്പോർട്ട്സും ഇല്ല. എല്ലാ റിപ്പോർട്ട്സ് മുഴുവനായിട്ട് ഞങ്ങൾ എടുത്തില്ല. അവിടെ സ്കൂളിൽ ഓഫീസ് വെച്ചിട്ടുണ്ട്, കുറച്ചെടുത്തു. പിന്നെ പ്രതിഷേധം ശക്തമായിരുന്നു. അതുകൊണ്ട് കിട്ടിയ സാധനങ്ങൾ ഞങ്ങൾ എടുത്ത് ഇവിടെ സ്കൂൾ ലാഭകരമല്ലെന്ന് കാണിച്ച് 2009 മാനേജർ DPIയെ സമീപിച്ചെങ്കിലും നടക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിലെത്തിയത്. അനുകൂല ഉത്തരവും ലഭിച്ചു. സ്കൂൾ ഏറ്റെടുക്കാനെത്തിയവരെ പ്രതിഷേധക്കാർ നേരത്തെ മടക്കി അയച്ചിരുന്നു. സ്കൂളിന് താഴെ വീണതോടെ 68 വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലായത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയതോടെ മലാപ്പറമ്പ് സ്കൂൾ ഇന്ന് അടച്ചുപൂട്ടും. ഇന്നലെയാണ് സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയത്. ഇതോടൊപ്പം സ്കൂൾ PTA സമർപ്പിച്ച ഹർജിയും തള്ളിയിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി സ്ഥലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, സർക്കാരിൻ്റെ ജീവജലവും പരാജയപ്പെട്ടു. ഇന്നാണോ എന്നേക്കുമായ താഴ് മലാപ്പറമ്പിന് വീഴുക? എന്തൊക്കെ വിശദാംശങ്ങൾ അവിടെ നിന്ന്? അജിംഷാദ്, സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് 8-ാം തീയതിക്കകം സ്കൂൾ അടച്ചുപൂട്ടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. അതനുസരിച്ച് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ ക്ലാസുകൾ ആരംഭിക്കുന്ന സമയം മുതൽ ശക്തമായ പ്രതിഷേധ സമരമാണ് മലാപ്പറമ്പ് AUP സ്കൂളിന് മുന്നിൽ നടന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകളും അതോടൊപ്പം തന്നെ സമരസമിതി പ്രവർത്തകരും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരുമെല്ലാം ഇന്ന് രാവിലെ മുതൽ സ്കൂളിൻ്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ ഒരു പ്രതിരോധ കവചം തീർത്തുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ 7 നിമിഷവും സ്കൂൾ അടച്ചുപൂട്ടുന്നതിനായി AEO അല്ലെങ്കിൽ DDE എത്തുമെന്ന ഒരു അറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹവും ഇവർക്ക് സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സർക്കാർ തലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമേ DDE സ്കൂൾ കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ഇവിടെ എത്തൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരിട്ട് ഞങ്ങൾ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും DDയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള വിവരവും ഇപ്പോൾ നൽകുന്നില്ല. എന്നാൽ സമരസമിതി പ്രവർത്തകർ ക്ലാസുകൾ കഴിഞ്ഞു. ഇന്ന് രാവിലെ കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ന് രാവിലെ 10 മണി മുതൽ സാധാരണ രീതിയിൽ തന്നെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നു. 75 കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും ക്ലാസ്സിലെത്തിയിരുന്നു. അല്പസമയങ്ങൾക്ക് മുമ്പ് ക്ലാസുകൾ പൂർത്തിയാക്കിയ കുട്ടികളെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. എന്നാൽ സമരസമിതി പ്രവർത്തകർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ശ്രമം നടക്കുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നതിനാൽ തന്നെ സമരസമിതി പ്രവർത്തകർ ഇപ്പോഴും രാവിലെ മുതൽ തുടർന്ന പ്രതിഷേധ സമരവുമായി സ്കൂളിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഏത് വിധത്തിലും ഏതെങ്കിലും തരത്തിൽ ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ നിയമക്കുരുക്കായി നിലവിൽ മാറിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ നിയമക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ നിയമത്തിലുൾപ്പെടെ പരിഷ്കരണം നടത്തിക്കൊണ്ട് ഈ സ്കൂളിനെ സംരക്ഷിക്കുമെന്ന അവസാന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും സമരസമിതി പ്രവർത്തകരുള്ളത്. അജിംഷാ, അതായത് സിജു, ഇതുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യം നേരിടേണ്ടി വരും ഇത് നടപ്പാക്കിയില്ലെങ്കിൽ എന്ന് ഇന്നലെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് അത് നടപ്പാക്കാൻ ആകാതിരിക്കുക? ഒപ്പം സർക്കാർ ഇനി വിദ്യാഭ്യാസ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയാൽ പോലും മുൻകാല പ്രാബല്യം അതിന് ലഭിക്കില്ല. അതുകൊണ്ട് മലാപ്പറമ്പ് അതിൽ ഉൾപ്പെടുകയുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും സിജുവിൻ്റെ പിന്നിലൊരു മാധ്യമ പട തന്നെയുണ്ട്. ഉദ്യോഗസ്ഥർ ഏത് നിമിഷവും വരും. അങ്ങനെ വന്നാലൊരു സംഘർഷം അവിടെ പ്രതീക്ഷിക്കുമോ?
അജിംഷാദ്, തീർച്ചയായും ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്ക് കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരും. എന്നാൽ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു പ്രതിസന്ധിയിലാണുള്ളത്. ഒരുപക്ഷെ അവർ ശ്രമിക്കുക ഈ കോടതി ഉത്തരവ് ഇന്ന് തന്നെ പരമാവധി നടപ്പിലാക്കിക്കൊണ്ട് നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നൊരു കാര്യമാണ് ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. സർക്കാരിൽ നിന്ന് ഏത് തരത്തിലുള്ള വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നതിനാണ് ഇപ്പോൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുന്നത്. മറ്റൊരു വശം പരിശോധിക്കുമ്പോൾ സമരസമിതി പ്രവർത്തകർ കോടതിയുടെ ഉത്തരവ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ സ്കൂളിൽ 75-ലേറെ കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ 6 അധ്യാപകരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ സിജു വ്യക്തമാണ്, സമയപരിമിതി കൊണ്ട് മാത്രം. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സ്കൂളുകളെ സംരക്ഷിക്കാനായി KER-ൽ ഭേദഗതി വരുത്തുന്ന കാര്യം പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് പറഞ്ഞു. ഇതിനായി കൃത്യമായ പാക്കേജ് തയ്യാറാക്കും. മലാപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം നഷ്ടമാകില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സ്കൂളുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഇത്തരം സ്കൂളുകളെ സംരക്ഷിക്കാനായി KER-ൽ ഭേദഗതി വരുത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മറ്റ് സ്കൂളുകളുടെ കാര്യത്തിൽ KER-ലെ പഴുതുകളൊക്കെ അടച്ചുകൊണ്ട് പുതിയൊരു നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ട് എന്തെന്നാലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബാക്കിയുള്ളത് സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഏത് നിയമം ഉണ്ടാക്കണോ, എന്ത് ചെയ്യണോ, എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതിനായി ചർച്ചകൾ നടക്കുകയാണ്. കേന്ദ്രവുമായി ചർച്ച നടത്തി മാത്രമേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കൂ. അടച്ചുപൂട്ടൽ ഭീഷണിയുള്ള സ്കൂളുകളെ സംരക്ഷിക്കാനായി സർക്കാർ ഏതറ്റം വരെയും പോകും. ഒപ്പം തന്നെ ഇതിനായി സർക്കാർ കൃത്യമായ പാക്കേജും തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മലാപ്പറമ്പ് സ്കൂളിന്റെ കാര്യത്തിൽ പഴുതടച്ചുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളും. വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനം നഷ്ടമാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ പഠനത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ഉറപ്പിച്ച് പറയാം. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിന്റെ നിയമവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമൊക്കെ നോക്കിയിട്ടേ പറ്റുള്ളൂ. മലാപ്പറമ്പ് സ്കൂള് സർക്കാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിർദ്ദിഷ്ട ഹരിപ്പാട് മെഡിക്കൽ കോളേജിനായി ഏറ്റെടുത്ത നിലം നികത്തുന്നതിന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൃത്രിമമായി ചമച്ചത്. റിപ്പോർട്ട് കൃത്രിമമെന്ന് പ്രാദേശിക സമിതി അംഗം തന്നെ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. നിലം നികത്തുന്നതിന് പ്രാദേശിക സമിതിയുടെ റിപ്പോർട്ടാണ് സർക്കാരിന് നൽകിയിട്ടുള്ളത്. അതേസമയം നിലം നികത്തുവാൻ അനുവദിക്കില്ലെന്ന് കൃഷി വകുപ്പും നിലപാടെടുത്തു. നിർദ്ദിഷ്ട ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് വേണ്ടി 25 ഏക്കർ സ്ഥലമാണ് ആദ്യഘട്ടത്തിൽ എടുക്കുന്നത്. 7/12/2005 സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിച്ചത്. നിലവിൽ 13.5 ഏക്കർ സ്ഥലമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 1.5 ഏക്കർ മാത്രമാണ് പുരയിടമായിട്ടുള്ളത്. ബാക്കി 12 ഏക്കർ വയലാണ്. ഇത് നികത്തുന്നതിനായി 3/3/2016 ജില്ലാ കളക്ടർ കൃഷി വകുപ്പിനെ സമീപിച്ചെങ്കിലും അനുമതി നൽകാൻ കൃഷി വകുപ്പ് തയ്യാറായില്ല. പിന്നീട് തണ്ണീർത്തട സംരക്ഷണ സമിതി എന്ന പ്രാദേശിക സമിതിയുടെ അംഗീകാരമെന്ന നിലയിലുള്ള ഉത്തരവാണ് നിലം നികത്തുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കരുവാറ്റ കൃഷി ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, 3 കർഷകർ ഇവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത്. എന്നാൽ നിലം നികത്തുന്നതിനായുള്ള യോഗത്തിൽ താൻ പങ്കെടുത്തില്ല എന്നും കൃത്രിമ റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും സമിതി അംഗമായിട്ടുള്ള കർഷകൻ തന്നെ പറയുന്നു. പിന്നെ ഇത് നിങ്ങളുടെ നമുക്ക് യാതൊരു ബന്ധമില്ല. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്രിമമായിട്ട് നടന്നതായിരിക്കാം. അതിന് എന്ത് തെളിവ് വേണേലും തരാം. 25 ഏക്കർ സ്ഥലമാണ് ആശുപത്രിക്ക് വേണ്ടി വരിക. ഇതിൽ 90% നിലമാണ്. ഈ നിലം നികത്തിയാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഭൂരിപക്ഷം ഓഹരിയുള്ള ആശുപത്രി പണിയുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി വരികയാണ്. പൊതു ആവശ്യമെന്ന പേരിലാണ് ജില്ലാ കളക്ടർ ഇത് നികത്തുന്നതിനായി കൃഷി വകുപ്പിന്റെ അനുമതി ആവശ്യപ്പെട്ടത്. എന്നാൽ കൃഷി വകുപ്പ് അനുമതി നൽകിയിട്ടില്ല. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിന് അനുമതി ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ വയൽ നികത്തി എങ്ങനെ ആശുപത്രി പണിയുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്നും 12 കിലോമീറ്റർ അകലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുള്ള സാഹചര്യത്തിൽ കോടികൾ ചിലവഴിച്ച് വയൽ നികത്തി എന്തിനാണ് പുതിയ ഒരു മെഡിക്കൽ കോളേജ് എന്നാണ് ഹരിപ്പാട് നിവാസികൾ ചോദിക്കുന്നത്. ക്യാമറാമാൻ ഇല്യാസിനൊപ്പം ഷജഹാൻ. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോളേജ് സ്വകാര്യ മേഖലയിൽ അല്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചെന്നിത്തല പറഞ്ഞു. സത്യസന്ധമായ നിലപാടുകൾ പറയണം. ഇതിനെപ്പറ്റി യാതൊന്നും അറിയാതെ ഇതിന്റെ മുഴുവൻ ഫയലും ഗവൺമെന്റിലും ഉണ്ടല്ലോ. ഗവൺമെന്റ് പരിശോധിക്കട്ടെ. മുഴുവൻ കാര്യങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റ് കയ്യിലുണ്ടല്ലോ. അതെല്ലാം പരിശോധിക്കട്ടെ. 1 രൂപ ഈ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ 4 കോടി രൂപയുടെ അഴിമതി നടന്നെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC പണിയാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. VM സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തും. നിർജീവമായ അംഗങ്ങളെ മാറ്റും.
ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായി VM സുധീരൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. സോണിയാഗാന്ധിയുമായും സുധീരൻ കൂടിക്കാഴ്ച നടത്തി. KPCCയിൽ നേതൃത്വമാറ്റ ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് VM സുധീരൻ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം KPCC നേതൃത്വത്തിൻ്റെതല്ലെന്നും ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നും സുധീരൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് സൂചന. അഴിമതി ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തണമെന്ന തന്റെ നിർദ്ദേശമെതിർത്ത ചെന്നിത്തല ഉമ്മൻചാണ്ടി നിലപാടിലെ തിരിച്ചടിയും രാഹുൽ ഗാന്ധിയെ സുധീരൻ ധരിപ്പിച്ചു. തുടർന്ന് KPCC അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തന്നെ തുടരട്ടെ എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ കോൺഗ്രസ് സംഘടനാ തലത്തിൽ കാതലായ മാറ്റം വരുത്തുമെന്ന് VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. അത് പ്രവർത്തനക്ഷമമല്ലാത്ത ഘടകങ്ങളെ അതിന് പകരം പ്രവർത്തനക്ഷമമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പുനഃക്രമീകരണം നടത്തണം എന്നുള്ള കാര്യം അദ്ദേഹവുമായി ചർച്ച ചെയ്തു. പാർട്ടിയിൽ നിർജീവമായിരിക്കുന്നവരെ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കുമെന്നും സുധീരൻ വ്യക്തമാക്കി. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ തലത്തിലും പുനഃക്രമീകരണം നടത്തുമെന്നും സുധീരൻ അറിയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, മുകുൾ വാസനിക് എന്നിവരുടെ പിന്തുണയും സുധീരൻ തേടി. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുധീരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് AI ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡിനെ കാണും. KPCC എക്സിക്യൂട്ടീവിൽ സുധീരൻ മാറണമെന്ന ആവശ്യം ഉയർന്നതായി AI ഗ്രൂപ്പ് നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിക്കും. പാർട്ടിയിൽ അടിയന്തര പുനഃസംഘടന വേണമെന്ന ആവശ്യവും AI ഗ്രൂപ്പുകൾ ആവശ്യപ്പെടും. K സുധാകരന്റെ നേതൃത്വത്തിലായിരിക്കും ഹൈക്കമാൻഡിനെ കാണുക. രണ്ടാം നിര നേതാക്കളെ രംഗത്തിറങ്ങി VM സുധീരനെതിരെ ചരടുവലി നടത്താനാണ് മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2 ദിവസത്തിനകം K സുധാകരന്റെ നേതൃത്വത്തിൽ AI ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡിനെ കാണും. സുധീറിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അടിയന്തര പുനഃസംഘടന വേണമെന്നും ഇവർ ആവശ്യപ്പെടും. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ സുധീരൻ മാറണമെന്ന് ഭൂരിപക്ഷം പേരും ആവശ്യപ്പെട്ടു എന്നാണ് ഇവരുടെ നിലപാട്. ജംബോ DCC കമ്മിറ്റികൾ പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി രൂപീകരിക്കണമെന്നും AI ഗ്രൂപ്പുകൾ ആവശ്യപ്പെടും. മദ്യനയത്തിലും സ്ഥാനാർത്ഥി നിർണയ സമയത്തും KPCC അധ്യക്ഷൻ സ്വീകരിച്ച നിലപാട് LDFന് ആയുധമായി മാറിയെന്നും AI ഗ്രൂപ്പുകൾ നേതൃത്വത്തെ അറിയിക്കും. അതേസമയം നേതൃമാറ്റം എന്ന ആവശ്യം KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ആരും ഉന്നയിച്ചിട്ടില്ലെന്നും വാർത്തകൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്നുമായിരുന്നു സുധീരന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5%, റിവേഴ്സ് റിപ്പോ നിരക്ക് 6%-ആയും തുടരും. നാണ്യപ്പെരുപ്പ നിരക്ക് ഉയരാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പലിശ നിരക്കിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തയ്യാറാകാതിരുന്നത്. മുഖ്യ പലിശ നിരക്കുകളിൽ കുറവ് വരുത്താത്തതിനാൽ ഭവന വാഹന വായ്പാ നിരക്കുകളും കുറയില്ല. മുംബൈയിലെ റിസർവ് ബാങ്ക് ആസ്ഥാനത്ത് ചേർന്ന വായ്പാ നയ അവലോകന യോഗമാണ് പലിശ നിരക്കിന്റെ കാര്യത്തിൽ തൽസ്ഥിതി തുടരാൻ തീരുമാനിച്ചത്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയായ റിപ്പോ നിരക്ക് 6.5%-ആയും വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശയായ റിവേഴ്സ് റിപ്പോ നിരക്ക് 6%-ആയും തുടരും. ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കേണ്ട തുകയായ കരുതൽ ധനാനുപാതവും 4%-ആയി തന്നെ നിലനിർത്തി. നാണ്യപ്പെരുപ്പ നിരക്ക് 5.39%-ആയി ഉയർന്നതും ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുമാണ് പലിശ നിരക്ക് കുറയ്ക്കാതിരിക്കാൻ പ്രധാനമായും കാരണമായത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതും 7ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ നിലവിൽ വന്നതും നാണ്യപ്പെരുപ്പ നിരക്ക് ഉയരാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ പറഞ്ഞു. We also noted that the transmission of policy into bank lending rates still remains work in progress. We will shortly review the operation of the marginal cost lending rate framework to iron out any issues, and we also believe that timely capital infusion into constrained public sector banks will also aid credit flows. നിലവിലെ RBI ഗവർണറുടെ കാലാവധി പൂർത്തിയാകാനായ സാഹചര്യത്തിൽ ഇത് നീട്ടണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും രഘുറാം രാജൻ വ്യക്തമാക്കി. മൺസൂൺ മഴ ലഭിക്കുന്നതിന്റെ തോതും പണപ്പെരുപ്പ നിരക്കും പരിശോധിച്ച് ഓഗസ്റ്റ് മാസം ചേരുന്ന അടുത്ത വായ്പാ നയാവലോകന യോഗത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ കഴിയുമോ എന്ന കാര്യം റിസർവ് ബാങ്ക് പരിഗണിച്ചേക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. റംസാൻ വ്രതകാലത്ത് നോമ്പു തുറക്കലിന്റെ അവിഭാജ്യ ഭക്ഷ്യവിഭവങ്ങളിലൊന്നാണ് സമൂസ. കാസർഗോഡ് പള്ളിക്കര മൗവലിൽ പ്രത്യേകം തയ്യാറാക്കുന്ന റംസാൻ സമൂസയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. മൗവൽ സമൂസ റംസാൻ കാലത്ത് മാത്രമാണ് ലഭ്യമാവുക.
പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന മൈദമാവിനുള്ളിൽ വിവിധ മസാലകൾ ചേർത്താണ് സമോസ നിർമ്മിക്കുന്നത്. തിളച്ച എണ്ണയിൽ മുരിച്ചെടുക്കുന്ന സമോസയുടെ ഗന്ധം തന്നെ ഏറെ ആകർഷകമാണ്. നോമ്പുതുറയ്ക്ക് ഒരുക്കുന്ന വിഭവങ്ങളിൽ ഒഴിവാക്കാനാവാത്തതാണ് സമോസയുടെ സാന്നിധ്യം. വെജിറ്റബിൾ, നോൺ വെജിറ്റബിൾ സമോസകൾ ലഭ്യമാണ്. കാസർഗോഡ് പള്ളിക്കര മൗവലിൽ 4 സഹോദരന്മാരും 25ഓളം തൊഴിലാളികളും ചേർന്ന് തയ്യാറാക്കുന്ന സമോസയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. പ്രതിദിനം 20,000-ഓളം സമോസയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. മൗൽ സമോസക്ക് പ്രത്യേകത തന്നെയുണ്ട്. കാരണം കാണുന്ന ജനങ്ങളൊക്കെ മനസ്സിലാകുന്നതല്ലോ. 11 തരം മസാല കൂട്ടുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ മസാല ഉണ്ടാക്കുന്നത്. ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ള തൊലി, അതായത് മൈദ കൊണ്ട് പരത്തി ഉണ്ടാക്കുന്ന മാണ്ട എന്നൊരു സംഭവമുണ്ട്. അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ട്രെയിനിങ് പോയിന്റ്. ഇബ്രാഹിം, അനീഫ, അബ്ദുള്ള, അബ്ബാസ് എന്നീ സഹോദരന്മാരാണ് മൗവൽ സമോസയുടെ നിർമ്മാതാക്കൾ. ഇവർക്ക് ദുബായിലും സമോസ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്. പ്രതിദിനം 2 ലക്ഷത്തോളം സമോസ ദുബായിൽ ഉൽപ്പാദിപ്പിക്കുന്നു. റംസാൻ കാലത്ത് മാത്രമാണ് മൗവൽ സമോസയുടെ ഉൽപാദനം. നോമ്പുതറയിൽ അവിഭാജ്യ ഭാഗമാണ് സമോസ. നാളാകെ ഇപ്പോൾ സമോസകൾ ഉണ്ടാക്കുന്നതും വിൽപ്പനയും നോമ്പിന്റെ ഭാഗമായി നടക്കുകയാണ്. ക്യാമറമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.